വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി പാൽപ്പത്തിരിയുടെ റെസിപ്പി കേട്ടോ ഇന്നത്തേത്. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിനകത്തേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ 1/2 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി നല്ല തിളച്ച വെള്ളം ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതേപോലെ തന്നെ. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, എന്നാൽ തീരെ അങ്ങോട്ട് കുറയാനും പാടില്ല. അതൊന്ന് നോക്കി വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഇതേപോലെ കുറച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പരത്തി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഇതേപോലെ 2 വശം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒട്ടും തന്നെ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയിൽ നന്നായിട്ട് 2 വശം ഒന്നുകൂടെ കോട്ട് ചെയ്തിട്ട് പരത്തിയാൽ മാത്രം മതിയാവും. ഇതേപോലെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്താറുണ്ടല്ലോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലിന്റെയും ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.